ഇന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനു വേണ്ടി ഇതുപോലെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കും കേട്ടോ. കാരണം ഈ നുറുക്ക് ഗോതമ്പ് പല രീതിയിൽ കിട്ടുമല്ലോ, നമുക്ക് വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഈ മീഡിയം ടൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇന്ന് രാവിലെ എടുത്ത് അത് ഉപ്പിട്ട് വേവിച്ച് എടുത്തു ഈ പരുവത്തിൽ. നമുക്ക് പാൻ വെച്ച് കടുക് വറുത്ത് എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ന് ഡാൽഡയാണ് കേട്ടോ. നെയ്യോ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. ഡാൽഡ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഡാൽഡ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുകിടുക. ഇതൊരു 1 ടേബിൾ സ്പൂണാണ്. ഉപ്പുമാവിലാവുമ്പോൾ കുറച്ച് കൂടുതൽ കടുകിടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. തീ കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്കൊരു 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ സവാള അതിട്ട് കൊടുക്കും. സവാള നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് സവാള ഇതുപോലെ വറുത്തെടുത്തത്. അത് നമുക്കൊരു മീഡിയത്തിലോട്ട് വെക്കാം. എന്നിട്ട് ഇഞ്ചിയാണ്, ഇതൊരു 1 ടേബിൾ സ്പൂൺ കാണും. പിന്നെ ഒരു വലിയ പച്ചമുളക് നല്ല ചെറുതായി അരിഞ്ഞതാണ്. ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 കപ്പ് ഗ്രീൻ പീസ് വേണം. അതൊന്ന് വെന്ത് വരട്ടെ. ഞാനൊന്ന് മൂടി വെച്ചിരുന്ന ഒരു 5 മിനിറ്റ് ആയി. ഇപ്പോൾ അത് ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇടാം. ഇതൊരു 2 കപ്പ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായി നൂല് പോലെ അരിഞ്ഞതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അതായത് ഈ വെജിറ്റബിളിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. കാരണം ഞാൻ ഗോതമ്പ് വേവിച്ചപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് വെജിറ്റബിളിലിട്ട് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക. ക്യാരറ്റ് ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ഒരു പകുതി ക്യാരറ്റ് പകുതിയോളം വേവാകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇടാം. ഇത് ഞാനൊരു 2 കപ്പ് ഗോതമ്പാണ് ഇന്നലെ രാത്രിയിൽ വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചത്. ഇതിപ്പോൾ ഒരു 4 കപ്പ് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് സാധനങ്ങൾ വെജിറ്റബിളൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇത് വെജിറ്റബിൾ വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതിൽ തന്നെ ഉള്ളു. ഇനി ഇത് തുറന്ന് വെച്ച് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. തീ ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് വെക്കാം. ഇപ്പം ഞാനിതൊരു 15 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരുന്നു. കാരണം നല്ലതുപോലെ മൊരിഞ്ഞ് വരുന്നതാണ് എനിക്കിഷ്ടം. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് പീനട്ട് വറുത്തില്ല. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഡാൽഡയും കൂടി ഇടാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പീനട്ട് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. ഇത് നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വെക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഈ പീനട്ട് വറുക്കുമ്പോൾ പ്രത്യേകിച്ച് എണ്ണയിൽ വറുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അതിന് പൊട്ടി തെറിച്ച് നമ്മുടെ ദേഹത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറച്ച് ദൂരെ നിന്ന് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഫ്ലെയിം ഞാൻ ലോയിലോട്ട് വയ്ക്കുവാണ്. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോഴി മാറ്റി വെക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഒരു 3-4 എണ്ണം ചെറുതാണ്. അതും കൂടി ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെക്കുവാണ് കേട്ടോ. ഈ പീനട്ട് ഞാൻ ഗാർണിഷ് ചെയ്യുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഉപ്പുമാവിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പീനട്ടെല്ലാം സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടണമെങ്കിൽ നമ്മൾ വിളമ്പുമ്പോൾ മാത്രം ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. മുളക് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം.